ആ പെൺഡ്രൈവ് നിങ്ങൾക്ക് ആരാ തന്നത്? ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? അതുകൂടെ കേട്ടിട്ട് നിങ്ങൾ തീർന്നാ മതി. എന്താ ഉടനെ കാണുമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു? കരയാതെ നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഓണസദ്യ നടക്കുക അവിടെ, എല്ലാവരും അവിടെ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയത്? ശരിക്കും നീ ആരാ? വീട്ടുജോലിക്കാരിയോ ശ്രീകുട്ടിയുടെ ദത്തെടുത്ത അനിയത്തിയോ? അതോ സഞ്ജുന്റെ ഭാര്യയോ? നിങ്ങൾ പറഞ്ഞതൊക്കെ കള്ളാണ്. ആരും നിങ്ങളോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. എന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിലോ? നീ എന്നെ വിശ്വസിക്കാൻ തയ്യാറായാൽ നീ രക്ഷപ്പെടും. കാവേരിമാരുടെ ജീവിതം ഞാൻ മടുത്തതാ. ഒരു കുഞ്ഞിനെ സമ്മാനിക്കാൻ കഴിയാത്തവളെ ഞാൻ എന്തിനു ചുമക്കണം? അവൾ കാരണമാ ഞാൻ മദ്യപാനിയും ദുരിതനടപ്പുകാരനുമായത്. നീ എന്റെ ജീവിതത്തിൽ വന്ന ദിനേശ നല്ലവനാവും. നമുക്ക് ബാംഗ്ലൂരിലോ മുംബൈയിലോ പോയി ജീവിക്കാം. ഇന്ന് രാത്രി ഞാൻ നിന്നെ ഫോണിൽ വിളിക്കും. നീ ടെറസിൽ വരണം. നീ വന്നില്ലെങ്കിൽ നാളെ ഞാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി നീ ആരാണെന്ന് വെളിപ്പെടുത്തും. നീ എന്തിനാ അത് കേട്ട് പേടിക്കുന്നത്? നിനക്കൊരാപത്തും സംഭവിക്കില്ല. അതിനാണോ നിന്നെ ഞാൻ ഇതുവരെ സംരക്ഷിച്ചത്? എന്ത് പക്ഷേ? ദേ നോക്ക്, നിനക്ക് അപകടം ഉണ്ടാകുമ്പോ ഞാൻ അവിടെ എത്തുമെന്നുള്ളൊരു വിശ്വാസം നിനക്കിപ്പോഴും ഉണ്ടോ? മനസ്സിലാതുണ്ട്. എങ്കി കണ്ണുടക്കി. തേ, നമ്മളെ മറ്റുള്ളവർ ദ്രോഹിക്കാൻ വരുമ്പോൾ നമ്മൾ കരഞ്ഞു പോയാ നമ്മൾ തോറ്റതിന് തുല്യ. പകരം തൻ്റെ ഇടത്തോടെ നിൽക്കണം. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സന്തോഷം കൈവിടാതെ ആത്മവിശ്വാസത്തോടെ അവരെ നേരിടുകയാണ്. കീഴടങ്ങിയില്ലെന്നുള്ള ആത്മവിശ്വാസത്തോടെ നീ അപ്പുറത്തേക്ക് ചെല്ല്. എല്ലാവർക്കും ഒപ്പം ഓണസദ്യയിൽ പങ്കുചേരണം. നിന്നെ രക്ഷിക്കാൻ ഒരാളുണ്ടെങ്കിൽ നീ ആരെ ഭയക്കാനാ? ഞാനും നിന്റെ കൂടെ വരാം. അയാൾ അതുകൂടി ഒന്ന് കാണട്ടെ. അമ്മൂന് ഞാൻ കൊടുത്ത വാക്കാണ് ദിനേശ. നിന്റെ മുന്നിൽ നിൽക്കുന്ന ഞാൻ നിന്നെ എന്നേക്കുമായി തീർത്തു തരാൻ തന്നെയാ നീ വിളിച്ച ടെറസിൽ വരാൻ ഞാൻ അവളോട് പറഞ്ഞത്. കീചകനെ പോലെ നീ വരൂന്ന് എനിക്കറിയാം. എന്നാ പിന്നെ ഭീമൻ ആ കർമ്മം അങ്ങ് തീർത്ത് കളഞ്ഞല്ലേ പറ്റൂ. എനിക്ക് വിശ്വാസം ഇല്ലടോ. എന്നെ നീ വിശ്വസിക്കേ? എനിക്കൊരു അവസരം താടാ. എന്റെ മനസ്സിൽ ആ രഹസ്യം ഇരിക്കില്ലെന്ന് എനിക്കറിയാം. മോനെ, എന്നെ കൊല്ലല്ലേ. പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമുണ്ടോ ദിനേശ? നീ ഇനി ജീവിച്ചിരിക്കണ്ടോ വൃത്തികെട്ടവനെ. മോനെ, നിന്റെ അപ്പച്ചിയുടെ ഭർത്താവനാണ് ഞാൻ മരിച്ച അവള് ജീവിച്ചിരിക്കില്ല. എനിക്ക് ഒരേ ഒരു അവസരം കൂടെ താടാ. എന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു തെറ്റ് പറ്റിയ നീ എന്നെ കൊന്നോ? ചെയ്ത കുറ്റത്തിന് മാപ്പ് ചോദിച്ച അവരോട് ക്ഷമിക്കണമെന്നല്ലേ നിന്നെ മുത്തച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്? അത് നന്നാവാൻ മനസ്സുള്ളവർക്ക്. ഒരിക്കലും നന്നാവാത്തവരെ അപ്പോഴേ ഒഴിവാക്കാനും മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായടാ? എന്റെ സഞ്ജു മോനെ, ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. എണിക്കടാ വൃത്തികെട്ടവനെ, എണിക്കടാ. നിനക്കൊരു ചാൻസ് ഞാൻ തരും. പക്ഷേ ഈ വീട്ടിൽ തന്നെ നീ ഉണ്ടാവണം. സഞ്ജു പറയുന്ന പോലെ ചെയ്യാം. നീ അറിഞ്ഞതും ഇവിടെ അനുഭവിച്ചതും
ഈ രാത്രിയിൽ കണ്ട സ്വപ്നമാണെന്ന് കരുതി മറന്നു കളയണം. കഴിയോടാ നിനക്ക്? ഞാൻ എപ്പോഴേ മറന്നു. ആരോടെങ്കിലും നീ ഇത് പറഞ്ഞ പിന്നെ നിനക്ക് ഇതുപോലൊരു മരണമായിരിക്കില്ല ഞാൻ തരാൻ പോകുന്നത്. എല്ലാം നഷ്ടപ്പെട്ട പിന്നെ എനിക്ക് എന്ത് നോക്കാനാടാ ദിനേശ? നിന്നെ ഞാൻ കൊല്ലുന്നത് ദിവസങ്ങളെടുത്ത് ആസ്വദിച്ചാവും. ഒരു ദിവസം നിന്റെ ഈ കണ്ണുകൾ ഞാൻ കുത്തിപ്പൊടിക്കും. പിന്നെ നിന്റെ ഓരോ അവയവങ്ങളും. നീ ഇപ്പൊ പൊയ്ക്കോ. അതിനു മുമ്പ് നീ മാനത്തിനും വില പറഞ്ഞ പെണ്ണിനെ കണ്ട് മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി. കാല് പിടിച്ച് മാപ്പ് പറയാം. നിന്റെ കയ്യിലുള്ള മുഴുവൻ തെളിവുകളും അവളെ ഏൽപ്പിക്കണം. എല്ലാം ഞാൻ ചെയ്തോളാമേ. എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. പോ പോടാ. നീ അവനെ അങ്ങോട്ട് അയച്ചല്ലേ? ഞാൻ അതല്ലേ ദിനേശേട്ട ചെയ്യേണ്ടത്? ഭാര്യ ഒരു അന്യപുരുഷൻ പുറത്തേക്ക് ക്ഷണിച്ച ഭാര്യ അത് ഭർത്താവിനോട് പറയണ്ടേ? കാവേരി ചേച്ചിക്ക് ഇങ്ങനൊരു അനുഭവം വന്നാ ദിനേശേട്ടനോട് പറയില്ലേ? ഓ, അപ്പൊ നീ അവന്റെ ഭാര്യയെ സ്വയം തീരുമാനിച്ചല്ലേ? അല്ല, ദിനേശേട്ടൻ രാത്രിയിൽ എന്റെ വാതിൽ മുട്ടിയത് എന്തിനാ? കൂടുതൽ സംസാരിക്കാതെ തടി തപ്പുന്നതാ നല്ലത്. നിന്നോട് ഞാൻ മോശമായിട്ട് പെരുമാറിന് സോറി. ദാ, ഈ പെൺഡ്രൈവ് നിന്നെ ഏൽപ്പിക്കാൻ സഞ്ജു പറഞ്ഞു. ദാ, ഒന്ന് നിന്നേ. കാവേരി ചേച്ചിയുടെ ഭർത്താവ് എന്ന നിലയില് നിങ്ങളെ ഞാൻ കാണുന്നത് എന്റെ ഒരു സഹോദരനെ പോലെയാ. എന്നും ആ സ്ഥാനം എന്റെ മനസ്സിലുണ്ടാവും. നിങ്ങൾ എന്റെ തലക്കടിച്ചു വീഴ്ത്തി ആഭരണം കവർന്നത് ഞാൻ അദ്ദേഹത്തോടോ ചേച്ചിയോടോ പറയാത്തത് അതുകൊണ്ടാ. പക്ഷെ നിങ്ങൾ എന്റെ മാനത്തിന് വില പറഞ്ഞ ഞാനത് സഹിക്കില്ല. എന്റെ ഭർത്താവല്ല, എന്റെ രക്ഷകനാ അദ്ദേഹം. അതിൽ കവിഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ദയവേത് നിങ്ങൾ ഈ കുടുംബം തകർക്കാതിരിക്കെ. എന്റെ സഹോദരനോടുള്ള അപേക്ഷയാണ്. അമ്മുവുമായുള്ള നിന്റെ വിവാഹത്തിന് മുമ്പായി എല്ലാ സത്യങ്ങളും നിന്നോട് തുറന്നു പറയണമെന്നാ സച്ചി ഞാൻ മനസ്സിൽ നിശ്ചയിച്ചത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നെയും അവളെയും ഒന്നിച്ചു കൂട്ടിക്കൊണ്ടുപോയി പറയണമെന്നും തീരുമാനിച്ചുറപ്പിച്ചു. അതിനുവേണ്ടി മനസ്സ് പാകപ്പെടുത്തി എടുക്കുകയായിരുന്നുടാ ഞാൻ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതായി. സച്ചി, എടാ, ഇതുപോലെ എന്തെല്ലാം അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. പെട്ടെന്ന് നിന്റെ മനസ്സിൽ നിന്ന് പോയില്ലെന്ന് എനിക്കറിയാം.
എപ്പോഴും നീ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കരുത്. എടാ, ഞാനില്ലടാ നിന്റെ കൂടെ. സച്ചി, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാത്തത് അതുകൊണ്ടല്ലടാ. ഒറ്റയ്ക്ക് എനിക്കിത് താങ്ങാനുള്ള ശക്തിയില്ല. നീ മാത്രമാ എനിക്ക് ആശ്വാസമായിട്ടുള്ളത്. നീ കരയാതടാ. കല്യാണത്തിന് മുമ്പ് വീട്ടിലേക്ക് പോയില്ലെന്ന് ഞാൻ കരുതിയതാ. പിന്നെ ഫ്ലാറ്റിലേക്കോ വല്ല ഹോട്ടൽ റൂമിലേക്കോ താമസം മാറണം. എനിക്ക് പിന്നെ ഭ്രാന്താവും. അതിന് ഞാൻ നിന്നെ വിട്ടിട്ട് വേണ്ടടാ. എടാ, നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ. അവളി വീട്ടിലുള്ളതുകൊണ്ടാ ഈ വീട് വിട്ടു പോകാൻ എനിക്ക് കഴിയാത്തത്. സച്ചി, നിന്നെ പ്രതീക്ഷിച്ച സ്വപ്നങ്ങളുമായിട്ട് ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ടടാ. ആ പാവം കുട്ടി എന്ത് പിഴച്ചു? ഇവനെങ്ങനെ വിടാൻ പാടില്ല. എടാ, നീ സ്വയം സൃഷ്ടിച്ച ലോകത്ത് നിന്ന് പുറത്ത് വന്നേ തീരൂ. അതിന് നിനക്ക് കഴിയോടാ. സച്ചി, എടാ, നമുക്ക് നാളെ അർച്ചനെ ഒന്ന് കാണാൻ പോണോടാ. നിങ്ങൾ പരസ്പരം സംസാരിക്കണം. നീ എന്റെ കൂടെ വരണം. സച്ചി,
മംഗലശ്ശേരിയിലെ എല്ലാവരെയും നേരിട്ട് കണ്ട് വിളിക്കുന്നതായിട്ട് പറയാൻ പറഞ്ഞു. പിന്നെ ഈ കല്യാണക്കുറി മുത്തശ്ശനെ ഏൽപ്പിച്ച് അനുഗ്രഹം വാങ്ങാനും പറഞ്ഞു. എല്ലാം മംഗളമായി കലാശിക്കും. എന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. സഞ്ജുവേട്ടനോടും സ്വാതി ചേച്ചിയോടും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പയ്യൻ ഞങ്ങളുടെ കസ്റ്റഡിയിലല്ലേ സ്നേഹ, പിന്നെന്തിനാ ഞങ്ങളെ ക്ഷണിക്കുന്നത്? അത് കലക്കി. മുത്തശ്ശിയും ശ്രീദേവിയമ്മയും കാവേരിയും നേരിട്ട് ക്ഷണിക്കുക. സ്നേഹ പോലെ സച്ചിയുടെ പെങ്ങളുടെ സ്ഥാനത്ത് ശ്രീകുട്ടിയും നിൽക്കണം. ഞങ്ങള് വരാതിരിക്കോ അവന്തിയെ? അവന്റെ അമ്മയുടെ സ്ഥാനല്ലേ എനിക്ക്. അതിന് ഇടത്തിയമ്മയുണ്ട്. ഓ അതെ, ശ്രീദേവി അമ്മ തന്നെയാ അവന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടത്. കേട്ടോ? ആ പിന്നെ ഞങ്ങൾ വന്ന് കല്യാണം ക്ഷണിച്ച കാര്യം കവിതയോടും കാഞ്ചനീച്ചയോടും പറയണം. ആ ദിനേശൻ വരുമ്പോ പറഞ്ഞേക്കണേ കാവേരി. ആ ഞാൻ പറയാം ചേച്ചി. ആ രാജു, തലേ ദിവസം തന്നെ നീയും കാണണം. ഞാൻ വരും. ഞങ്ങള് വന്നത് അറിഞ്ഞിട്ടാണോ സച്ചേട്ടൻ താഴേക്ക് വരാത്തത്? അയ്യോ അല്ല, സച്ചി പുറത്തേക്ക് പോയതാ, ഞാൻ കണ്ടതല്ലേ. പിന്നെ സഞ്ജു, വിവാഹ ഡ്രസ്സ് ഞങ്ങൾ ഇന്നെടുക്കാനാ തീരുമാനിച്ചിരിക്കുന്നേ. സച്ചിയും കൂട്ടി നീ ശ്രീകുട്ടിയും വരുമോ? അതിനവൻ വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഏട്ടത്തി വെക്കണ്ട. നിങ്ങൾ സച്ചിയുടെ തൊഴിച്ചുള്ള ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ എടുക്കുക. സച്ചിയുടെ വിവാഹ ഡ്രസ്സ് ഞങ്ങൾ എടുത്തോളാം. അതെ എടുത്തേ, അത് ഞങ്ങൾക്ക് വിട്ടേക്ക്. സച്ചി ഇവിടെ നിന്നല്ലേ വരുന്നത്. സച്ചിൻ കുട്ടി ഞങ്ങൾ പൊക്കോളാം. അതങ്ങനെ നടക്കട്ടെ അവന്തികെ. സച്ചി ഡ്രസ് എടുക്കാൻ വരൂല്ലെങ്കിൽ സഞ്ജു പറഞ്ഞതല്ലേ ശരി. അതേപ്പറ്റി ഒരു സംസാരം ഉണ്ടാവാതിരിക്കുന്നതാ നല്ലത്. എന്റെ അഭിപ്രായവും അത് തന്നെയാ. അവന്റെ കാര്യങ്ങളൊക്കെ സഞ്ജു നോക്കിക്കൊള്ളു. ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഡ്രസ്സ് എടുത്ത് തരണമെന്ന് അച്ഛൻ ആഗ്രഹം പറഞ്ഞിരുന്നു. അതിനെന്താ, കല്യാണത്തിന്റെ തലേന്നാള് ഞങ്ങൾ അങ്ങ് എത്തില്ലേ? കല്യാണത്തിന് അത് തന്നെ ധരിക്കാം. ശരി. ആ സച്ചി വരുമോന്നൊന്ന് ചോദിച്ചു നോക്ക്. അവൻ ഡ്രസ്സ് എടുക്കാൻ വരില്ലെങ്കിൽ സഞ്ജു പറഞ്ഞതുപോലെ ചെയ്യ. അതല്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരി ഏട്ടത്തി. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം മോളെ. കല്യാണക്ഷണവുമായി വേറെയും സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ആ അല്ല, ശ്രീകുട്ടിയുടെ അനിയത്തി ഉണ്ടായിരുന്നല്ലോ, അവളെ കണ്ടില്ലല്ലോ. അവളൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. അവളോടും പറയാൻ മറക്കല്ലേ. പറയാ എടുത്തേ. അപ്പോ ഇനി കാണുന്നത് ഹൽദി ചടങ്ങിന്. അപ്പം നമുക്ക് പൊളിക്കാം. സഞ്ജു സച്ചിയുടെ കൂടെ ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. ഇന്നൊരു രാത്രി കൂടെയല്ലേ സച്ചി ഇവിടെ ഉള്ളൂ. നാളെ കല്യാണത്തലേന്നല്ലേ. അവന് കുറച്ച് പ്രൈവസി കൊടുക്കാന്നാ ഞാൻ കരുതിയത്. ഇവിടെ നിന്ന് പോവല്ലേ അവൻ. ഈ വീട്ടില് അവനുണ്ടായ അനുഭവങ്ങൾ ഒന്നുകൂടി ഓർത്തെടുത്ത് അവൻ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയട്ടെ. സങ്കടം കരഞ്ഞു തീർക്കാറുണ്ടെന്ന് പറയാറില്ലേ, അതുപോലെ ഓർമ്മകളും ഓർത്തെടുത്ത് തീർക്കണം. ഇതൊക്കെ കല്യാണം വരെ ഉണ്ടാവൂ സഞ്ജു. എന്റെ വാക്ക് സഞ്ജു മനസ്സിൽ വെച്ചോ. ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വന്ന് പിടിമുറുക്കിയാല് സച്ചി എന്നല്ല ആർക്കും ഇന്നലകളിലേക്ക് പോകാനാവില്ല. അതിന് മാത്രമുള്ള ബന്ധമൊന്നും സച്ചി അമ്മും തമ്മിൽ ഉണ്ടായിട്ടില്ല. സച്ചി സ്വയം സൃഷ്ടിച്ച കുറെ സങ്കല്പങ്ങൾ മാത്രം. അമ്മ ഒരു പ്രതീക്ഷയും സച്ചിക്ക് കൊടുക്കാത്തിടത്തോളം കാലം അതിന്റെ പേരിൽ ജീവിക്കേണ്ട കാര്യമൊന്നും സച്ചിക്കില്ല. സച്ചിയെ പോലൊരാള് അത് തിരിച്ചറിയും. ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതെല്ലാം മാറുന്നുള്ള പ്രതീക്ഷയില്ല ഞാനും. സഞ്ജു ഒന്ന് വന്നേ, നമുക്ക് സച്ചിയെ പോയി ഒന്ന് കാണാം. വാ. നീ ഇവിടെ നിൽക്കണം. സ്നേഹ എന്നെ വിളിച്ചിരുന്നു. സച്ചിയെ വിളിച്ചിട്ട് കോൾ എടുത്തില്ലെന്ന് പരിഭവം പറഞ്ഞു. സച്ചി എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഞാനങ്ങ് ഓടിപ്പോയിട്ടില്ലെന്ന് സ്വാതിക്ക് പറയാറുന്നില്ലേ?